ഹായ് ഗൈസ്. ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടല്ലേ. ഏകദേശം ഒരു മാസത്തിലധികം ആയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എന്താ പറയുക, തിരക്കേനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്ക് അങ്ങനെയല്ല. പണ്ടത്തെ പോലെ വീഡിയോ ഒന്നും ചെയ്യാനുള്ള ഒരു സംഭവം ഇപ്പോൾ ഇല്ല. എന്താണെന്ന് എനിക്കറിയില്ല, മേ ബി. പക്ഷെ ഇപ്പം ഞാൻ ഈ എടുക്കുന്ന വീഡിയോ ആണെങ്കിലും കുറേ നാളായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോനു ഒരു 2-3-4 തവണ ഞാൻ ഈ വീഡിയോ എടുക്കുകയും ചെയ്തിട്ടുണ്ടായി. പക്ഷെ എനിക്കത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സംതൃപ്തി എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ ഇന്ന് എന്തായാലും ഓൾറെഡി ഇത് ഒരുപാട് ലേറ്റായി വീഡിയോ എടുക്കാൻ. അപ്പം ഇന്ന് എന്തായാലും എടുക്കാം. ഇനി ഇത് ഡിലേ ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, റീസെൻ്റായിട്ട് ഞാൻ എഴുതിയ എൻ്റെ ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ് കവർ പേജ് റിലീസായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുക്ക് പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൈ കിട്ടിയപ്പോൾ കുറച്ച് ദിവസം എടുത്തു. പക്ഷേ അന്നാണ് ഒഫീഷ്യലി ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബുക്കിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാനത് എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ, ബേസിക്കലി ബുക്ക് എന്തിനെ പറ്റിയിട്ടാണ്, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അത് ഞാൻ പറഞ്ഞില്ല, അന്ന് ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് കഴിഞ്ഞത് ഇപ്പോൾ സെപ്റ്റംബർ ആയി. അപ്പോൾ അത്യാവശ്യം നല്ല ഡിലേ വന്നു. വീഡിയോ അന്നേ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എന്തുകൊണ്ടൊക്കെ എനിക്ക് പറ്റിയില്ല. ഞാൻ പിന്നെ ബുക്ക് സംഭവം ഓതർ ഞാനാണെങ്കിലും ബുക്കിൻ്റെ ഫിസിക്കൽ കോപ്പി എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ആ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ ഒന്നും, പക്ഷെ അതിനും കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. ബുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് ബുക്ക് ഇങ്ങനെ എന്താ പറയുക, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണ്. നമ്മൾ പണ്ട് സെമിനാറൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണ പോലെ. കാരണം എനിക്കത് ഫിസിക്കലി എനിക്ക് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ടു ദ ടോപ്പിക്കിലേക്ക് വരാം. സംഭവം അങ്ങനെ ഞാനൊരു ബുക്ക് എഴുതി ഗൈസ്. ബുക്ക് എഴുതിയതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇതേപോലെ എനിക്കിതിന് മുമ്പ് എന്തെങ്കിലും എഴുതി പരിചയമോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളോ ഈ ഒരു മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളോ ഒന്നുമല്ല. ചെറുപ്പം മുതൽ നല്ല എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് എഴുതാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അത് ഇനിയിപ്പോൾ ഡയറി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും എനിക്ക് എഴുതാൻ എനിക്ക് എന്നും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊരു ബുക്കാക്കിയിട്ട് ഒരു ബുക്ക് എഴുതണം എന്നുള്ളൊരു തലത്തേക്കൊക്കെ എങ്ങനെയാണ് എത്തിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നുള്ളൊരു ധാരണ എനിക്ക് ആ സമയത്തൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ആദ്യമായിട്ട് ഞാൻ എഴുതിയൊരു സാധനം എനിക്ക് തോന്നുന്നു അച്ചടിച്ച് വരുന്നത് ഡിഗ്രി പഠിക്കുമ്പോൾ, എന്താ പറയുക, മാഗസിന് ഞാനൊരു ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ എഴുതിയ സാധനം ആദ്യമായിട്ട് ഫോട്ടോ ഒക്കെ അടിച്ചുകൊണ്ട് അച്ചടിച്ച് വരുന്നത്. ആ സമയത്ത് തന്നെ എനിക്കൊരു ബുക്ക് നമ്മൾ എഴുതാന്ന് പറയുമ്പോൾ നമ്മളില്ലെങ്കിലും ആ ഒരു ബുക്ക് എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഒരു ബുക്കിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും എക്സിസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളിലൊന്നാണ് നമ്മൾ എഴുതിയൊരു ബുക്ക്. നമ്മളുടെ പേരിൽ അത് എന്നും അവിടെ ഉണ്ടാവും, നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഒരു ബുക്ക് എഴുതണം എന്നുള്ളൊരാഗ്രഹം അതിനുശേഷം പിന്നെ എനിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും എന്തെഴുതണം, എപ്പോൾ എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഉണ്ടായില്ല. അപ്പം ഞാൻ ആ മാഗസിൻക്ക് ആ ഒരു കവിത എഴുതിയ സമയത്തും ആ ഒരു മാഗസിൻ്റെ പ്രകാശനം ഒക്കെ കഴിഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, ഒരു എഴുത്തുകാരൻ അതേപോലെ ഞങ്ങൾ കോളേജിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, ഒരു കവിതയൊക്കെ എഴുതണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് വേണം, അത്രയും ഭാഷ വേണം, അത് വേണം, ഇത് വേണം. അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എഴുതിയ എല്ലാവരും മൂപ്പര് ഭയങ്കരമായിട്ട് പുച്ഛിച്ചു. ഞാനിപ്പോൾ ഒരു കവിത എഴുതുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആത്യന്തിക തലങ്ങളൊന്നും അറിയില്ല. നമുക്ക് തോന്നിയ മനസ്സിലുണ്ടായ കുറച്ച് വരികൾ നമ്മൾ എഴുതി, അത്രത്തിനുള്ളൂ. ആ കവിത എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് കാണിച്ചു തരാമായിരുന്നു നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ അത് എഴുതി അത്രയുള്ളൂ. അപ്പോൾ നമുക്ക് അന്ന് കിട്ടുന്ന ഒരു അപ്രിസിയേഷന് പകരം നമുക്കൊരു പുച്ഛവും കുറ്റപ്പെടുത്തലൊക്കെയാണ് അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ എഴുതും എന്നുള്ളൊരു സാധനം. പിന്നെ അത് ഓരോന്നും സംഭവിക്കുമല്ലോ ചിലതാണ്. പിന്നെ നമ്മളെ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ, ഒരു ബുക്ക് എഴുതാനൊന്നും. പിന്നെ ഈ ബുക്ക് എഴുതാനുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാണ്ട് ഭയങ്കര ഷോർട്ടായിട്ട് പറയാൻ ശ്രമിക്കാം. കാരണം പണ്ട് മുതലേ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിച്ച് എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്ന ഒരു കുട്ടിയായിപ്പോയി ഞാൻ. അപ്പോൾ പറഞ്ഞു വരുന്നതൊന്നും അവസാനിക്കുന്നതൊന്നും ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ചുരുക്കാൻ ശ്രമിക്കാം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബുക്ക് എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനും കാക്കും ഇതേപോലെ വളരെ റാൻഡമായിട്ടൊരു സിനിമ, ഞങ്ങൾ ചില വീക്കെൻഡിൽ നമുക്കിന്ന് മൂവി വീക്കെൻഡ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേപോലെ അന്ന് സിനിമ കാണും. നമ്മളെ ഹോം സിനിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഇന്ദ്രൻ സേട്ടൻ്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആ സിനിമയിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സംഭവം ഇങ്ങനെ കണ്ട സമയത്താണ് ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സംഭവങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിച്ചത്.
അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, കുറച്ചും കൂടി ബാക്ക് അവരുടെ ചൈൽഡ്ഹുഡത്തെ എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങളാണല്ലോ അതിൽ പറയണത്. അപ്പോൾ ഞാൻ പോയി ബാക്കിലെത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പാൻ്റെ കൂടെയുള്ള എൻ്റെ അപ്പച്ചിൻ്റെ കൂടെയുള്ള കുറച്ച് മെമ്മറീസാണ്, കുറച്ച് ഓർമ്മകളാണ് എനിക്ക്. അന്നത്തെ ഒരു 6 വയസ്സ്, എനിക്ക് 6 വയസ്സുണ്ടാവുന്ന സമയത്താണ് എൻ്റെ ഉപ്പ മരിച്ചത്. അപ്പോൾ ഒരു 6 വയസ്സുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഞാനതിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു റിയലൈസേഷൻ വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മയില്ല. 19 വർഷമായി ഉപ്പ മരിച്ചിട്ട്. അപ്പോൾ ഈ 19 വർഷത്തിന് ഇപ്പോൾ ഒരു 6 വയസ്സുള്ള കുട്ടീൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ പ്രോബബ്ലി നമുക്കൊരു 4, 5, 6 വയസ്സുള്ള ഓർമ്മകളെ ഉണ്ടാവുള്ളൂ. അതിന് മുന്നുള്ള ഓർമ്മകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിലുള്ള ഓർമ്മകൾ തന്നെ അത് ശരിക്കുള്ള ഓർമ്മകളാണോ അതോ ഞാൻ വല്ല സ്വപ്നം കണ്ടതിൻ്റെ ഓർമ്മയാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ലേനു. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ എൻ്റെ പല കൂടെയുള്ള മെമ്മറീസ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം എനിക്ക് ആ ഒരു സാധനം എനിക്ക് കുറച്ച് വിഷമമുണ്ടായി. കാരണം ഇപ്പം തന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയില്ലെങ്കിൽ കുറച്ചും കൂടി കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ഇപ്പാനെ പറ്റിയുള്ള ഓർമ്മകൾ പറ്റ കുറഞ്ഞു വരും. ഇപ്പാനൊരു ഫോട്ടോ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇതാണ് ഇപ്പ എന്നുള്ളത് എനിക്കും അനിയത്തിക്കൊക്കെ അറിയുന്നുണ്ട്. കാക്കൂന് പിന്നെ ഓർമ്മ ഉണ്ടാവും, കാരണം ഓനെ ഞങ്ങളെല്ലാവരും കുറച്ചും കൂടി മൂത്തതാണ്. 9 വയസ്സെന്തോ ആണ് ഓന സമയത്ത്. അനിയത്തിക്ക് 4 വയസ്സ്, എനിക്ക് 6 വയസ്സ്. അതാണ് ഞങ്ങളുടെ പ്രായം. അപ്പോൾ ഇത് എവിടെയെങ്കിലും എഴുതിയിടാം എന്നുള്ള, കാരണം എഴുതാൻ ഇഷ്ടമുണ്ടായതുകൊണ്ട് തന്നെ എനിക്കത് എവിടെയെങ്കിലും എഴുതിയിടാം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഞാൻ വരികയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അത് ഞാൻ എഴുതിയിട്ട് എനിക്ക് മാത്രം വായിക്കാനില്ല, എൻ്റെ ഏറ്റവും കുറച്ച് പ്രിയപ്പെട്ട എൻ്റെ അനിയത്തിക്കായിക്കോട്ടെ, അവൾക്ക് ഒരു ഓർമ്മകളും ഇല്ലപ്പാനെ കുറിച്ച്. അപ്പോൾ അനിയത്തിക്കായിക്കോട്ടെ, ഇപ്പോൾ ഇമ്മാക്ക് കാക്കൂന് അങ്ങനെ, പിന്നെ എൻ്റെ ഏറ്റവും അടുത്തറിയണ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന്. കാരണം ഞാൻ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഞാൻ എത്ര ഡീപ്പാണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാനൊരു ഫ്രണ്ട്ഷിപ്പിലും അത്ര കൊണ്ടുവരാത്ത ഒരാളാണ്. ഇപ്പം എൻ്റെ ഫാമിലി ലൈഫ് ഇപ്പോൾ ഇങ്ങനെ ഉപ്പാൻ്റെ കാര്യങ്ങൾ, ഉമ്മാൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ സിബ്ലിങ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തതൊന്നും ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ വല്ലാണ്ട് ഞാൻ ഇടാറില്ല. ഞാൻ അവരതും ചോദിക്കാറില്ല, എൻ്റെതും ഞാൻ പറയാറുമില്ല. അത് അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ. എല്ലാവരുടെ ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ, എൻ്റെ മെമ്മറീസ്, എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അത് എഴുതിയൊരു പുസ്തകം അവർക്കും കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഒരു പുസ്തകമാക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയാണ് ഞാൻ. അപ്പോൾ എങ്ങനെ പുസ്തകമാക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുസ്തകമാക്കുക എന്നുള്ള ഒരു ചിന്തയിലെത്തുമ്പോഴും ഞാൻ അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയുള്ള ശീലം അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുള്ള ശീലം ഒന്നും എനിക്കില്ല. ഞാൻ പുസ്തകമാക്കുകയാണ്, എൻ്റെ പുസ്തകം എഴുതാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ്. പണ്ട് ആടുജീവിതം 10ാം ക്ലാസ്സിൽ ആടുജീവിതം വായിച്ച എക്സ്പീരിയൻസിലാണോ ഈ ബുക്ക് എഴുതുന്നത് എന്നുള്ള ചോദ്യം എനിക്ക് വരും എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റോറി എഴുതാൻ എനിക്ക് വേറെ ആരും എഴുതിയ ബുക്ക് വായിച്ച എക്സ്പീരിയൻസ് വേണം എന്ന് എനിക്കില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അതിപ്പോൾ ഞാൻ വേറെ ആരത് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വായിച്ചു കഴിഞ്ഞാലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് വേറെ എന്ത് വായിച്ചിട്ടും അത് വേറെ മറ്റേ കാഠിന്യമേറിയ ഭാഷകളൊന്നും ആവശ്യമില്ല. കാരണം ഞാൻ എഴുതുന്നതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ അവളുടെ ഉപ്പാനെ കുറിച്ചുള്ള ഓർമ്മകൾ, അതാണ് എൻ്റെ പുസ്തകം. അപ്പോൾ ആ പുസ്തകത്തിന് ഒരുപാട് വലിയ പുസ്തകങ്ങൾ വായിച്ചൊരു എക്സ്പീരിയൻസ് വേണ്ടാന്ന് ഞാൻ തന്നെയാണ് തീരുമാനിച്ചു പുസ്തകം. കാരണം എനിക്കിപ്പോൾ ഇനി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അതിന് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് എഴുതാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്ന എൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് എഴുതാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ നാട്ടിലിരിക്കുന്ന സമയത്ത് ഞാനൊരു പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ പബ്ലിക്കേഷൻസിൻ്റെ അടുത്ത് അതിലെഴുതുന്ന ഒരു ഓതറായിട്ട് തന്നെ എനിക്കിതേപോലെ മെസ്സേജ് അയച്ചിട്ടാണ് ഞങ്ങൾ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കിതേപോലെ എഴുതാനൊക്കെ ഉള്ള താല്പര്യം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പബ്ലിഷ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിൽ ഇവരുടെ അടുത്ത് ചോദിക്കാം, എനിക്കിങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു എഴുതിയിട്ട് അതിൻ്റെ കോപ്പി നമുക്ക് അയച്ചുകൊണ്ട് ബാക്കി പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ എഴുതാനിരിക്കുന്ന അന്ന് എഴുതണം എന്ന് ഞാൻ വിചാരിക്കുന്ന ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട് തന്നെയല്ല. ഞാൻ അന്നൊരു ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങനെ ക്ലോക്ക് നോക്കുമ്പോഴും രാവിലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ആ സമയം ഇത് എങ്ങനെ എഴുതും, എന്തൊക്കെ എഴുതും, ഏതൊക്കെ സ്റ്റോറി എങ്ങനെയൊക്കെ എഴുതും. കാരണം ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയ പോലെ തന്നെ എനിക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു ചൈൽഡ്ഹുഡാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് എഴുതുമ്പോൾ അതിൽ ഹേർട്ടാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരാരെയും ഹേർട്ടാക്കാത്ത വിധത്തിൽ എനിക്കൊരിക്കലും എൻ്റെ പുസ്തകം വായിച്ചിട്ട് ആർക്കും ഹേർട്ടാവണ്ട എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആരെയും ഹേർട്ടാക്കാത്ത വിധത്തിൽ എങ്ങനെ രസകരമായിട്ട് അത് എഴുതാം എന്നുള്ളതൊക്കെ ആലോചിച്ച് ഞാൻ ഉറങ്ങിയിട്ട് തന്നെയല്ല. അങ്ങനെ പിന്നെ എന്താ പറയുക, എനിക്കിതിനായിട്ടൊരു ഞാൻ ഫോണിലല്ല ഞാൻ എഴുതിയത്, ഞാൻ ബുക്കിൽ തന്നെയാണ് എഴുതിയത്. എനിക്ക് എപ്പോഴും പെന്നും പേപ്പറിനോടാണ് താല്പര്യം.
എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും എനിക്കൊരു പേജിൽ എഴുതി വെക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനൊരു ബുക്ക് തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അവർ ഇതേപോലെ ലാപ്പിൽ എഴുതിക്കോ അല്ലെങ്കിൽ ഫോണിൽ എഴുതിക്കോ, അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ബുക്കിൽ എഴുതിയാൽ മതി എന്ന്. അപ്പോൾ ഞാൻ ബുക്കിൽ എഴുതിന് അതിന് ശേഷം പിന്നെ ഫോണിലേക്ക് പിന്നെ മാറ്റി എഴുതി തുടങ്ങുമ്പോഴാണ് കോമഡി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കഥകളൊന്നും എനിക്ക് എഴുതി പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. പബ്ലിഷ് ചെയ്യണതിൻ്റെ ഒരു പ്രിൻ്റ് അടിക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേക്കാണ് ചില കഥ ഞാൻ എഴുതി കംപ്ലീറ്റ് ആക്കി കൊടുത്തത്. ലാസ്റ്റത്തെ ഒരു ചാപ്റ്റർ ഇതേപോലെ എഴുതി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടേനു. ആ സമയത്ത് നമുക്ക് എന്താണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാനുള്ളൊരു പ്രായമല്ല. 6 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ ആ ഒരു ബാല്യത്തിൻ്റെ ഭംഗിയിൽ എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇത്രയും വലിയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഇത്രയും വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന്, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്താവും എന്നുള്ളതൊന്നും ആലോചിക്കാനുള്ളൊരു ബുദ്ധിയും പക്വതയും ആ സമയത്ത് ഇല്ലല്ലോ. പക്ഷെ ആ ഒരു പെയിനൊക്കെ എനിക്ക് ബുക്ക് എഴുതുന്ന സമയത്ത് വന്നു. ലാസ്റ്റത്തെ ചാപ്റ്റർ ഞാൻ മൊത്തം 14 കുഞ്ഞു കുഞ്ഞു കഥകളാണ് ഉള്ളത്. അതിൽ 13 കഥകൾ എഴുതാൻ എടുക്കുന്നതിൻ്റെ ഡബിൾ ടൈം ഞാൻ ലാസ്റ്റത്തെ ഒരു പാഠം എഴുതാൻ വേണ്ടിയിട്ട് എനിക്കെടുത്തു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കത് എഴുതി തീർക്കാൻ. ഞാൻ എല്ലാ സ്റ്റോറിയും മറ്റേ സ്ട്രെച്ചിൽ എഴുതിയ സ്റ്റോറികളാണ്. അതിലൊരു മാറ്റലോ തിരുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ചാപ്റ്റർ മാത്രമാണ് ഞാൻ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് എഴുതിയത്. ബാക്കിയുള്ളതൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ എഴുതാം. പക്ഷെ ഇത് മാത്രം എന്നെ കൊണ്ട് എങ്ങനെ എഴുതി തുടങ്ങാനും പറ്റുന്നില്ല. എഴുതി തുടങ്ങിയത് പിന്നെ എനിക്ക് അവസാനിപ്പിക്കാനും പറ്റാത്തൊരു സ്റ്റേജിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ആ പുസ്തകം വായിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ആ ഒരു പെയിന് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെ എനിവേ ഞാൻ ബുക്കൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് ഫോണിലേക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് എഴുതി ഉണ്ടാക്കി അങ്ങനെ അയച്ചു കൊടുത്തു. അതിൻ്റെ പബ്ലിക്കേഷൻസും കാര്യങ്ങളും അത് എടുത്ത് അവരുടേതായിട്ടുള്ള പരിപാടികൾ തുടങ്ങി. അതിന് ശേഷം പിന്നെ നമ്മൾ കവർ പേജ്, എനിക്ക് ബുക്കിൽ ഇതേപോലെ ഒരു കുട്ടി എഴുതുന്ന കഥ ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ഞാൻ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴാണെങ്കിലും എനിക്ക് ചിത്രങ്ങളുള്ള പുസ്തകം വായിക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അതിലെന്തായാലും പിക്ചേഴ്സ് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പിക്ചേഴ്സ് ഇപ്പോൾ നമുക്ക് ഞാൻ തന്നെ വരക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറേ കാലത്തിന് ശേഷം പെന്നും പെൻസിലെടുക്കുന്നതുകൊണ്ട് എനിക്കൊന്നും വരക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ അതെങ്ങനെ ഫോണിലേക്ക് ആക്കും, അത്രയും ക്ലിയർ ആയിട്ട് എങ്ങനെ ഫോണിൽ കിട്ടും, അതൊന്നും എനിക്ക് പറ്റുന്നുണ്ടായി. പിന്നെ ഫോണിൽ വരക്കാനുള്ള ഒരു ഐഡിയ ഒന്നും എൻ്റെ അടുത്ത് ആ സമയത്തില്ല. ആ ഒരു ബുദ്ധിയൊന്നും എനിക്കപ്പോൾ വർക്കായില്ല, എന്താണെന്നറിയില്ല. പിന്നെ ആ പബ്ലിക്കേഷൻസിനോട് ഞാൻ പറഞ്ഞു എനിക്ക് പിക്ചേഴ്സ് വേണം. അപ്പോൾ ഓരാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് AI വെച്ചിട്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് AI എന്നുള്ള മറ്റേ ഗിബിളി ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ChatGPT ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഞാൻ അങ്ങനെ ആദ്യമായി AI ഉപയോഗിക്കാൻ തുടങ്ങണം കേട്ടോ. പിന്നെ ഒരു യുദ്ധമായിരുന്നു ഞാനും AIയും തമ്മിൽ. കാരണം ഞാൻ കോൺസെപ്റ്റ് അയച്ചു കൊടുക്കുന്നു, AI എനിക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചയച്ചു തരുന്നു. അവസാനം പിന്നെ ഞാൻ റെഫറൻസ് പിക്ചേഴ്സ് വരച്ചയച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കിട്ടി. പിന്നെ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന ബുക്കിൽ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു സെൽഫിഷ്നെസ് എനിക്കുണ്ടായിരുന്നു ബുക്കിൽ. ഇപ്പം ഞാൻ കവർ പേജ് ആയിക്കോട്ടെ, അതിലുള്ള ചിത്രങ്ങളായിക്കോട്ടെ, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് വേണം എന്നുള്ളൊരു സെൽഫിഷ്നെസ് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ വരച്ചത് കവർ പേജാണ്. എൻ്റെ ബുക്കിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ ഉപ്പച്ചിയും ഞാനും എന്നാണ് എൻ്റെ ബുക്കിൻ്റെ പേര്. പുസ്തകം ഫുൾ എഴുതി കഴിഞ്ഞ ശേഷമാണ് ഞാൻ പേര് ഇട്ടത് കേട്ടോ. എനിക്ക് എന്ത് പേരിടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുട്ടി എഴുതുമ്പോൾ എന്തായാലും അതിന് വളരെ കഠിനമേറിയ ഭാഷകളും കഠിനമേറി ചിന്തിച്ചാൽ കിട്ടാത്ത സംഭവങ്ങളൊന്നും എന്തായാലും എഴുതൂലല്ലോ നമ്മൾ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു സാധനം മതി. സിമ്പിളായിട്ടുള്ളൊരു സാധനം, എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു സാധനം. എൻ്റെ ഉപ്പച്ചിയും ഞാനും ഞാൻ ബുക്കിന് പേരിട്ടു. അങ്ങനെ അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു കവർ പേജ് വേണം. ആ ഒരു ഇൻറ്റിമസി കിട്ടണം, ഒരു കുട്ടീൻ്റെയും അവളുടെ അച്ഛൻ്റെയും ഒരു ഇൻറ്റിമസി ആ പിക്ചറിൽ കിട്ടണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കുറേ റെഫറൻസ് പറഞ്ഞോട്ട് എനിക്ക് ChatGPT ഒരു ഫോട്ടോ അയച്ചു തന്നു. ഞാൻ അതിൻ്റെ കളർ പെൻസിൽ മറ്റേ ക്രയോൺ കൊണ്ട് വരക്കുന്ന റെഫറൻസ് ചോദിച്ചിട്ട് എനിക്ക് പിന്നെ അത് കിട്ടി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതന്നെ വെക്കാം. ഞാൻ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വിഷയം. ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ടെന്ന് ഞാൻ ആരുടെ ചോദിച്ചില്ല. ഞാനൊക്കെ ഫിക്സ് ആയതിന് ശേഷമാണ് ഞാനിതിലേക്ക് അതിൻ്റെ പിക്ചേഴ്സൊക്കെ വരപ്പിക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് നന്നായിട്ട് വരക്കുന്ന ഒരാളുണ്ട്, അവനെ കൊണ്ട് വരപ്പിക്കണം എന്നേനും ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഓനെന്തോ ബിസി ആയിട്ട് ഓന് വരക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഇതൊക്കെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഞാൻ അവനക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു അടിപൊളിക്കണം, നന്നായിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമേ ഒരു ഫൈനലൈസേഷൻ ഞാൻ ഒരാളുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് ചെയ്ത് വിരകി വെച്ചിരിക്കുന്നു. അങ്ങനെ കവർ പേജും കാര്യങ്ങളൊക്കെ ആയി എല്ലാം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പിന്നെ അവരുടെ ബാക്കി പരിപാടികൾ, കവർ പേജിൻ്റെ കുറച്ച് ഫൈനൽ എഡിറ്റും കാര്യങ്ങളും എല്ലാം അവരാണ് ചെയ്തത്. പിന്നെ പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് ഇതേപോലെ ആരും വായിച്ചിട്ടൊന്നും ഉണ്ടായില്ല പുസ്തകം. ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് വായിക്കും എന്നല്ലാണ്ട്. പിന്നെ ഞാൻ കാക്കുന് ഇതേപോലെ ഫസ്റ്റിൻ്റെ പുസ്തകം വായിക്കേണ്ടത് കാക്കു ആവണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇവിടുത്തെ കോപ്പി കേട്ടോ, ഇവിടെ ഞാൻ എഴുതിയ സാധനം ഫിസിക്കൽ കോപ്പി അല്ലാതെ എന്തായാലും ഞങ്ങൾക്ക് കിട്ടൂല എന്ന് ഞങ്ങൾക്ക് അറിയുന്നത്. കാരണം നാട്ടിലാണല്ലോ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൻ്റെ പുസ്തകം ഫുള്ളായിട്ട് വായിക്കുന്നതും അഭിപ്രായം പറയുന്ന ഒരാൾ കാക്കുവാണ്. അപ്പോൾ കാക്കുന് ഞാൻ അയച്ചു കൊടുത്തു. കാക്കു വായിച്ചു.
അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് എൻ്റെ റെസ്പോൺസ്. ആ റെസ്പോൺസ് എനിക്ക് ഇവിടെ ഇടാൻ പറ്റില്ല, കാരണം കാക്കു കുറച്ച് ഇമോഷണലായി പുസ്തകം വായിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഞാൻ മേ ബി കാക്കുവിന് എന്നെ അറിയുന്ന ആളായതുകൊണ്ടായിരിക്കും, എന്നെ കുറച്ചും കൂടി അറിയുന്ന ഒരാളായതുകൊണ്ടായിരിക്കും. കാക്കു എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ എന്നെ കുറച്ചും കൂടി അറിയുന്ന ഒരാളായതുകൊണ്ടായിരിക്കും കാക്കുവിന് ഇത്രയും കണക്റ്റ് ആയത്, കാക്കുവിന് ഇത്രയും ഹേർട്ട് ആയത് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ കാക്കു ഇതേപോലെ കാക്കു അത്യാവശ്യം നന്നായിട്ട് ഇമോഷണലായി ഇത് വായിച്ചിട്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലേ എനിക്ക്. കാരണം കാക്കുവിൻ്റെ ലൈഫും എൻ്റെ ലൈഫും ചൈൽഡ്ഹുഡൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണ്, രണ്ട് വഴിയിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ കാക്കുവിന് ഇതൊക്കെ ഇമാജിൻ ചെയ്യാൻ തന്നെ കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെയൊക്കെ എത്രക്കൊക്കെ ബുദ്ധിമുട്ടില്ലേ, അങ്ങനത്തെ ഒരു സംഭവം കാക്കുവിന് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ആർക്കും വായിക്കാനും കൊടുത്തില്ല. പിന്നെ ലാസ്റ്റ് കാണി ബുക്കിന് നമുക്ക് ബ്ലേബ് എഴുതണമല്ലോ, ചെറിയ ബുക്കാണെങ്കിലും വലിയ ബുക്കാണെങ്കിലും അതിന് ബ്ലേബ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അത് ഞാൻ പറ്റിയേ മറന്നിട്ടുണ്ടായിരുന്നു, പബ്ലിക്കേഷൻസിൻ്റെ സൈഡിൽ നിന്ന് അവരും മറന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഫൈനൽ പ്രിൻ്റ് അടിക്കേണ്ട സമയമായപ്പോഴാണ് ബ്ലേബ് എഴുതിയിട്ടില്ലല്ലോ എന്നുള്ളൊരു സംഭവം വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ ഇതേപോലെ അത്യാവശ്യം നന്നായിട്ട് ബുക്കൊക്കെ വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവൻ എഴുതി കഴിഞ്ഞ് ഞാൻ നന്നാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനൊരു കോപ്പി, ഇതിൻ്റെ ഫൈനലൈസ് ചെയ്യാത്തൊരു കോപ്പി, കുറച്ച് കറപ്ഷൻസ് ഒക്കെ ഉള്ളൊരു കോപ്പി ഞാൻ അവനെ അയച്ചു കൊടുത്തിട്ട് അവനോട് ഞാൻ പറഞ്ഞു ഇത് വായിച്ചിട്ടൊരു ബ്ലേബ് എഴുതി കൊണ്ടുവരണം. ഇവനും ഇതേപോലെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞതിനോട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി സന്തോഷമായി, കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി. കാരണം അവൻ എന്നെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ്, എന്നെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് വായിച്ചിട്ട് ഓനിത് കണക്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഓൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന് ഞാനല്ല, ഈ എന്നെ ബ്ലേബ് എഴുതിയാൽ മതി, ഈ എഴുതുന്നതാണ് നല്ലത്, ഞാൻ എഴുതുന്നേം കാട്ടിലെന്ന് പറഞ്ഞ് ബ്ലേബും ഞാൻ തന്നെ എഴുതി. അവസാനം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആദ്യത്തെ 2 റിവ്യൂസും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടിയതുകൊണ്ട് എനിക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടായി. ഓക്കെ, ഇനിയിപ്പോൾ ഒരാൾ വായിച്ചിട്ട് എൻ്റെ ബുക്കിന് നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും ഐ ആം സോ ഹാപ്പി എന്നുള്ളൊരിതേനു. ആ സമയത്തും എനിക്കൊരു 10 ബുക്കൊക്കെ പ്രിൻ്റ് എടുക്കാനുള്ള ഒരു മൈൻഡ് എൻ്റെ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഞാനതൊരു മോണിറ്ററി പേർപ്പസിൽ ഇത് സെയിൽ ചെയ്യണം, അതിന് ഇൻകം കിട്ടണം എന്നുള്ളൊരു പേർപ്പസിലേ അല്ല ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. എൻ്റെ ഉപ്പാൻ്റെ കുറച്ച് മെമ്മറീസ് എനിക്ക് എഴുതി എവിടെയെങ്കിലും ഓർത്ത് വെക്കാൻ വേണം. അതിൻ്റെ കൂടെ എനിക്കിതേപോലെ എന്താ ഒരു ബുക്കിൻ്റെ പേര് ഇതേപോലെ ഞാൻ എഴുതിയ ബുക്ക് അതിൽ എൻ്റെ പേരിൻ്റെ ഫോട്ടോ ഷിറിൻ സൈറ എന്ന് വരണം, അതിലെൻ്റെ ഒരു ഫോട്ടോ വരണം. ഞാനൊരു ഓതർ ആവുന്നൊരു മൊമെൻ്റ് ആണല്ലോ, അങ്ങനെ ഒന്നും ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആളുകൾക്ക് കൊടുക്കാൻ ഒരു 10-15 പുസ്തകം അത്ര മാത്രമേ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പബ്ലിക്കേഷൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ നമുക്കിത് പബ്ലിഷ് ചെയ്യാം, പബ്ലിക്കായിട്ട് തന്നെ പബ്ലിഷ് ചെയ്യാം. എന്താ പറയുക, ജസ്റ്റ് എൻ്റെ ഒരു സറൗണ്ടിങ്സിലല്ലാണ്ട് നമുക്കിത് പബ്ലിക്കേഷൻസിൻ്റെ സൈഡിൽ നിന്ന് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞത് അവരാണ്. പിന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോഴും ഇത്ര കോപ്പീസേ മിനിമം പ്രിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ എത്ര കോപ്പീസ് എനിക്ക് വേണ്ടിയിട്ട് അവർ പ്രിൻ്റ് എടുത്തു, ഇത്ര കോപ്പീസ് അവർക്ക് വേണ്ടിയിട്ട് അവർ അങ്ങനെ പ്രിൻ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഒക്കെ സ്റ്റേജിൽ എത്തുന്ന സമയത്താണ് ഞാൻ ഇതേപോലെ അതിന് കവർ പേജ് റിലീസ് ചെയ്യുന്നത്. അതുവരെ ആർക്കും അറിയില്ല. എനിക്ക് കാക്കുവിനെ ഇതേപോലെ ആ ബുക്ക് വായിച്ച അവന്, പിന്നെ ആ ബുക്കിൻ്റെ ചിത്രം വരക്കാൻ പറഞ്ഞ ചെക്കന്, പിന്നെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഫസീല, അവക്ക്, അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ ഈ ബുക്ക് എഴുതുന്ന കാര്യം അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു. പക്ഷേ ഈ ബ്ലേബ് എഴുതാൻ ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കവർ പേജെങ്കിലും റിലീസ് ചെയ്യാം. കവർ പേജ് അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഞാൻ എൻ്റെ ബുക്കിൻ്റെ കവർ പേജ് റിലീസ് ചെയ്യാണ്. എനിക്ക് അറിയാൻ കുറച്ച് നല്ല കമൻസൊക്കെ വരും എന്നുള്ളത് അറിയാനും, പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള റെസ്പോൺസാണ് എനിക്ക് എൻ്റെ ബുക്കിൻ്റെ കവർ പേജിന് കിട്ടിയത്. ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടി. ഐ വാസ് ലൈക്ക്, നമ്മളെന്താ പറയുക, ഞാനിങ്ങനെ പറക്കേനു അന്നത്തെ ദിവസം 21 ജൂലൈയിൽ ഞാൻ ഫുൾ ഓൺ എയറിലേനു. എനിക്ക് സന്തോഷം കൊണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ഹായ് ബൈ റിലേഷൻ മാത്രം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് വരെ സ്റ്റോറി ഇടുക, അവർ മെൻഷൻ ചെയ്യുക, അവരെനിക്ക് ഒരുപാട് ഇതേപോലെ അവരുടെ സന്തോഷങ്ങൾ എഴുതി അയക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഇത്രയും നല്ലൊരു സാധനം ചെയ്തോ എന്നുള്ളൊരു സാധനം എനിക്കൊരു റിയലൈസേഷൻ വന്നതിൻ്റെ കവർ പേജിൻ്റെ റിലീസിൻ്റെ അന്നാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യത്തിൽ ഞാൻ കവർ പേജ് റിലീസൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. ഡയറക്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്യുക, എനിക്കിഷ്ടപ്പെട്ട ആളുകൾക്ക് ഇതങ്ങോട്ട് കോപ്പി സെൻഡ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഫസീലാൻ്റെ ഒരു ത്വര ഉണ്ടായിരുന്നു, ഫസീലാക്ക് ആ ബുക്ക് വായിക്കാനുള്ളൊരു ത്വര ഉണ്ടായിരുന്നു. ആ ഒരു ത്വര കണ്ടിട്ടാണ് ഞാനിത് ഓക്കെ അതിന് മുന്നേ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാം എന്നുള്ളൊരു ഇതായത്. പിന്നെ പബ്ലിക്കേഷൻസിൻ്റെ സൈഡിൽ നിന്നും അവർക്ക് ഇതേപോലെ കവർ റിലീസ് പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യാം. അപ്പോൾ അതാവുമ്പോൾ ആളുകൾക്ക് അത് ഇത് എവിടെ പുസ്തകം എവിടെ എന്നുള്ളൊരു ആ ഒരു ഫസീലാൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഫസീലാൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ അത്
ഞാൻ ബിയോണ്ട് ദ എക്സ്പെക്റ്റേഷൻസ് ചെയ്യുന്നു എനിക്ക് അതിന് കിട്ടിയൊരു ഒരു ഭയങ്കര വാം വെൽക്കമിങ് എന്നൊക്കെ പറയില്ല, ഭയങ്കരമായിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് കിട്ടി എൻ്റെ ബുക്കിന്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ വിചാരിച്ചതിലും കൂടുതലൊരു സാധനം. പിന്നെ വെയിറ്റിംഗ് ആണ് ബുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടാനുള്ളൊരു വെയിറ്റിംഗ്. പിന്നെ ഞാൻ നാട്ടിലെത്തിയാൽ തന്നെ പുസ്തകം ആരെ ഏൽപ്പിക്കും, ഇത് പുസ്തകം നാട്ടിലെത്തിയാൽ പോരാ, ഞാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അത് കറക്റ്റായിട്ട് എത്തിക്കാൻ കഴിയണം, അവർക്കത് അയച്ചു കൊടുക്കാൻ പറ്റണം, അതിനൊക്കെ ഒരു മടുപ്പില്ലാണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒറ്റ പേരേ ഉണ്ടായിരുന്നുള്ളത്, എൻ്റെ ഫസീലാൻ്റെ പേരാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഫസീലാനെ പറയാണ്ട് എനിക്ക് പറയാനേ പറ്റില്ല. കാരണം എൻ്റെ ബുക്കിൽ ഞാനെടുത്ത എഫേർട്ടിൻ്റെ അതേപോലത്തെ എഫേർട്ട് എടുത്ത ഒരാളാണ് ഫസീല. ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഫസീലെങ്കിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരുപാടൊന്നും വേണ്ട, അങ്ങനത്തെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ഫസീലാനെ പോലെ ഒരാൾ ജീവിതത്തിൽ ഉണ്ടായാൽ തന്നെ ഒരു പകുതിയിലധികം പ്രശ്നങ്ങൾ നമ്മൾ തീരും. നമുക്ക് അതാണ് അതിൻ്റെ എനിക്കിപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് നാട്ടിലുണ്ട്, എൻ്റെ ഫാമിലീസ് നാട്ടിലുണ്ട്. പക്ഷേ അവരൊന്നും ചെയ്യണേക്കാട്ടിലും ആത്മാർത്ഥതയിൽ ഇവളിത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായതുകൊണ്ടാണ്. ആ ഒരു ഉറപ്പ് എനിക്ക് ഉണ്ടാവാനുള്ള കാരണം അവളുടെ ഒരു സ്വഭാവം കൊണ്ടാണ്. അതെനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവളത് ഏൽപ്പിക്കുന്നത്. ബുക്ക് അവളുടെ കയ്യിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കുള്ളതിലും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ചെയ്യണം ആ ബുക്ക് അവളെ കയ്യിൽ കിട്ടാനും അവൾക്കത് വായിക്കാനും. എനിക്കൊരു ഒരു എക്സ്ട്രാ ഇപ്പോൾ കാക്കു ഇവരൊന്നും അല്ലാണ്ട് എൻ്റെ പുസ്തകം വായിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയ റിവ്യൂ അവളുടെ റിവ്യൂ ആണ് കേട്ടോ. ഞാൻ ഓക്കും ഇതേപോലെ ഓളെ ചൈൽഡ്ഹുഡും എൻ്റെ ചൈൽഡ്ഹുഡും ഭയങ്കര രണ്ട് തരത്തിൽ നിൽക്കുന്ന ചൈൽഡ്ഹുഡ് ആയതുകൊണ്ട് ഓക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളിലേ എന്നുള്ളൊരു സംഭവം. അങ്ങനെ ഫസീലയാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര കോപ്പി ഉണ്ട്, ഞാൻ അത്ര കോപ്പി ഒരു 1-2 മാസം കൊണ്ട് ആവശ്യമുള്ള ആളുകൾ ഇത് നമ്മൾ സെയിൽ ചെയ്യാനുള്ളൊരു തീരുമാനം എടുക്കുന്നതും എൻ്റെ കവർ പേജ് റിലീസായ സമയത്ത് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നു. അയ്യോ എൻ്റെ ക്യാമറ, പുസ്തകം കിട്ടുമോ, എല്ലാവർക്കും വായിക്കാനുള്ള അവസരം ഉണ്ടാവുമോ, അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻസ് വന്നു. അപ്പോൾ കമൻസ് അല്ല, എനിക്ക് മെസ്സേജുകൾ വന്നു. അപ്പോഴാണ് നമ്മളിത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാം, ആവശ്യമുള്ളവരൊക്കെ വായിക്കട്ടെ, എല്ലാവരും വായിക്കട്ടെ എന്നുള്ളൊരു സംഭവത്തേക്ക് എത്തുന്നത്. അപ്പോൾ പിന്നെ എന്നാലും ഞങ്ങളൊരു 1-2 മാസം കൊണ്ട് എത്രയും പീസുകൾ പോവുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പുസ്തകം കിട്ടി 2 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പീസസും ബുക്ക്ഡായി. കംപ്ലീറ്റ് പീസിനും ആളുകൾ വന്നു എന്നുള്ളതാണ്. ഇത് ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അവൾ ഫസ്റ്റ് പോയി എന്താ പറയുക കൊറിയർ അയക്കണ സമയത്ത് തന്നെ ബാലൻസ് എന്തോ 4 പുസ്തകം ഉണ്ടായിരുന്നുള്ളൂ. അത് ആ 4 പുസ്തകത്തിൻ്റെ ആളുകൾ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് അത് നമുക്ക് അയക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാ പുസ്തകവും നമ്മൾ കൊറിയർ അയച്ചു. പിന്നെ ബാക്കിയുള്ള 4 പുസ്തകം അതും പിന്നീട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവരും പിന്നെ അത് വാങ്ങിച്ചു. ആ സമയത്ത് അവർക്ക് എന്തോ നാട്ടിലുണ്ടായില്ല എന്തോ ആയതുകൊണ്ടാണ് ആ പുസ്തകം ആ സമയത്ത് പോവുന്നത്. അല്ലെങ്കിൽ അതും നമുക്ക് അന്ന് തന്നെ കൊറിയർ അയക്കാനും. നമ്മളിതൊരു 1-1.5 മാസത്തിന് 2 മാസത്തിനൊക്കെ ഒരു പ്രോസസ്സ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ 2 ദിവസം കൊണ്ട് പരിപാടി തീർന്നു. എന്നിട്ട് അവൾ ഇതേപോലെ പക്ഷേ അത് പെട്ടെന്ന് തീർന്നല്ലോ എന്നുള്ളൊരു ഇതാണ്. അത് എന്താ പറയുക, അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളുടെ കാര്യം അതിപ്പോൾ പുസ്തകം എൻ്റെ മാത്രം ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് അവള് എന്നിലും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള അതിൽ നിൽക്കുക, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൾ ഒരുപാട് സന്തോഷിപ്പിക്കുക എന്നുള്ളത് അത് എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് എൻ്റെ ലൈഫിൽ കേട്ടോ. അവളും അവളുടെ ഫാമിലിയും ഒക്കെ. പിന്നീട് എനിക്കിതേപോലെ ആ പുസ്തകങ്ങൾ കുറേ വയ്ക്കുന്നതിന് മുന്നേ എൻ്റെ ഫസ്റ്റത്തെ കോപ്പി ഉമ്മച്ചിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു, ഒരു ഫിസിക്കൽ കോപ്പി. അപ്പോൾ അവൾ ഇതേപോലെ ഉമ്മച്ചിൻ്റെ അടുത്ത് പോയി ഉമ്മച്ചിക്ക് ഫസ്റ്റത്തെ കോപ്പിയൊക്കെ കൊടുത്തു. അതെല്ലാം അവൾ വൃത്തിക്ക് ചെയ്തു. അങ്ങനെ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം മുതൽ പുസ്തകത്തിൻ്റെ പബ്ലിഷ് ചെയ്ത വിഷയങ്ങൾ വരെയുള്ള കാര്യങ്ങളാണിത്. ഞാൻ മാക്സിമം ചുരുക്കിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇനി നമുക്ക് എൻ്റെ സ്റ്റോറീസിനെ പറ്റി പറയാം. അങ്ങനെ നമ്മൾ പുസ്തകവും കാര്യങ്ങളും പബ്ലിഷിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു, പുസ്തകങ്ങളൊക്കെ ആളുകളുടെ കയ്യിലെത്തി. അതിനുശേഷം റിവ്യൂസ് വരൽ തുടങ്ങി. റിവ്യൂസ് വരാന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോറീസിൽ ഞാൻ എഴുതിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഉപ്പാനെ കുറിച്ചിട്ടുള്ള എൻ്റെ മെമ്മറീസാണ്. 19 വർഷം മുമ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഉപ്പാനെ കുറിച്ചുള്ള മെമ്മറീസാണ്. അതിൽ ഉപ്പാനോട് സ്നേഹമുള്ള എല്ലാവർക്കും ഉപ്പമാരെന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമോഷണലി നമുക്ക് അത്രയും കണക്റ്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ അത് ഒരുവിധം എല്ലാവർക്കും കണക്റ്റ് ആവും എന്നുള്ളത് എനിക്കൊരു ആദ്യത്തെ റിവ്യൂ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന സംഭവങ്ങളാണ്. അത് ഉപ്പ മരിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനങ്ങനെ എഴുതി വെച്ചതാണ്. ഭയങ്കര എന്താ പറയുക,
എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇങ്ങനെ വേറെ ഒരു തേർഡ് പേഴ്സൺ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര അങ്ങനത്തെ ഒരു ഹെവി സാധനങ്ങളൊന്നും അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ കുറച്ച് ഓർമ്മക്കുറിപ്പുകൾ എന്ന് തന്നെയാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ബ്ലർബിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ഒരു സംഭവമാണ്, ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ എന്താ പറയുക, പുസ്തകത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഉപ്പാനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയിൽ എനിക്ക് ഏറ്റവും ഞാൻ വാല്യൂ ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുസ്തകം വായിച്ച ഓരോരുത്തരും ഒരു നിമിഷമെങ്കിലും എൻ്റെ ഉപ്പാനെ പറ്റി ഓർത്തിട്ടുണ്ടാവും. മരിച്ച ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരാളെ പറ്റി ഒരിക്കൽ പോലും ഓർക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരുപാട് ആളുണ്ടല്ലോ. ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾക്ക് ഇപ്പം ഞാൻ അറിയുന്നല്ലാണ്ട് ഒരിക്കലും എൻ്റെ ഉപ്പാനെ ഓർക്കാനേ സാധ്യതയില്ലാത്ത ഒരുപാട് ആളുകൾ എൻ്റെ പുസ്തകത്തിലൂടെ എൻ്റെ ഉപ്പാനെ ഒരു നിമിഷമെങ്കിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡിലെങ്കിലും അവർ ഓർത്തിട്ടുണ്ടാവും. അതെന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം ഉപ്പാൻ്റെ മോള് എന്നുള്ള നിലക്ക് ഇപ്പാക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലൊരു കാര്യം ഇതായിരിക്കും എന്ന് എനിക്കൊരു പോയിന്റിൽ എനിക്ക് തോന്നി. അതെനിക്ക് ഭയങ്കര ഒരു സംഭവമായി. കാരണം എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഇതേപോലെ ഉപ്പാനെ പറ്റിയൊക്കെ പിന്നെ വായിച്ചതിന് ശേഷം ഉപ്പാനെ പറ്റിയൊക്കെ ഓരോന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഐ വാസ് സോ ഹാപ്പി. പറയുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കുളമാവും. പിന്നെ ചൈൽഡ്ഹുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലെൻ്റെ ചൈൽഡ്ഹുഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർക്ക് ചൈൽഡ്ഹുഡ് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിച്ചത്. എനിക്കാണെങ്കിലും എൻ്റെ കാക്കൂനാണെങ്കിലും അനിയത്തിക്കാണെങ്കിലും ഒന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചൈൽഡ്ഹുഡൊക്കെ പോകാനേ താല്പര്യമില്ല. കാരണം ഉപ്പാരില്ലാത്ത ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ശരിയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സഹായിക്കാനും നമ്മളുടെ കൂടെ നിൽക്കാനും ഒക്കത്തിനും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും നമ്മുടെ ഉപ്പ നമുക്ക് ചെയ്തു തരുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഉമ്മാർ നമുക്ക് ചെയ്തു തരുന്ന പോലെ എത്ര ആര് ചെയ്തു കഴിഞ്ഞാലും അതാവൂല. നമ്മളെപ്പോഴും എല്ലാവരുടെയും ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ ഒരിക്കലും ആരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വരില്ല. അത് അവരുടെ തെറ്റല്ല, കാരണം അവർക്ക് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അവരുടെ ആളുകളുണ്ടാവും. നമ്മൾ എപ്പോഴും ഒരു സെക്കൻഡ് പ്രയോറിറ്റി ആയിരിക്കും. അത് എത്രത്തോളം നമ്മൾ ഹോണ്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അങ്ങനത്തെ ഒരു ട്രോമ തന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കിവിടെ പറയാൻ താല്പര്യമില്ല. കാരണം അത് പറയുമ്പോൾ അതൊരു വലിയൊരു സ്റ്റോറി ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ അതൊന്നും നമുക്ക് പറയേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ചൈൽഡ്ഹുഡ് ഭയങ്കര ഒരു ദുരന്തം പിടിച്ചൊരു ചൈൽഡ്ഹുഡ് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. ഫിനാൻഷ്യലി ഉള്ള സ്ട്രഗിളാണെങ്കിലും മെൻ്റലി ഉള്ള സ്ട്രഗിളാണെങ്കിലും ഒറ്റപ്പെടലുകളാണെങ്കിലും കുറ്റപ്പെടുത്തലുകളാണെങ്കിലും അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒരിക്കലും എല്ലാവരുടെയും പോലെ ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും കാണാം, ബാല്യത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയായിരുന്നാൽ മതിയേനോ എന്നൊക്കെ. എനിക്ക് അന്നും ഇന്നും എങ്ങനെയെങ്കിലും ഒന്ന് വളർന്ന് വലുതായി കിട്ടിയാൽ മതിയേനു, ചൈൽഡ്ഹുഡ് ഒന്ന് തീർന്ന് കിട്ടിയാൽ മതിയേനു. ഇപ്പോഴും ഞാനിപ്പോൾ ജീവിക്കണുണ്ട്, എൻ്റെ ജീവിതം ഉണ്ടല്ലോ, ഇതാണ് ഞാനിപ്പോൾ ജീവിക്കണില്ല ഏറ്റവും ടോപ്പ് ലൈഫ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും എൻ്റെ പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകാൻ ഒരു താല്പര്യമില്ല. അതിപ്പോൾ ഇനി 2023 വരെയുള്ള ലൈഫ് എടുക്കുകയാണെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജീവിക്കൽ തുടങ്ങിയിട്ടുള്ളത്. സത്യം പറയാലോ, ഓൾ ക്രെഡിറ്റ് ഗോസ് ടു എൻ്റെ മാപ്പിള ആൻഡ് മാപ്പിളൻ്റെ വീട്ടുകാർ. കാരണം അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു സ്നേഹമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഉള്ള ഒരു ലൈഫാണ് ഏറ്റവും നല്ല ലൈഫ് എന്ന് പറയാനുള്ളതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ചൈൽഡ്ഹുഡിനെ പറ്റി പറയാം, നമുക്ക് ഉപ്പാനെ പറ്റി പറയാം. ഉപ്പാനെ മിസ് ചെയ്തിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബുക്കിൽ എഴുതിയ പോലെ തന്നെ ഉപ്പാനെ മിസ് ചെയ്തിട്ടുള്ള കുറച്ച് അന്തം ബുദ്ധിയും വെച്ചതിന് ശേഷമാണ് ഉപ്പാനെ മിസ് ചെയ്യാൻ എനിക്ക് തുടങ്ങിയത്. കാരണം ഫസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ വേണ്ടീനോന്ന് എനിക്ക് തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാൻ പോയി. കുറേ മുമ്പാട്ടോ, അവളുടെ കല്യാണം എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത്. അവൾ ഇതേപോലെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങണ ഒരു ഇതിലോളപ്പ ഓളെ ഹസ്ബൻഡിനെ ഓളെ കൈ ഇങ്ങനെ ഏൽപ്പിച്ച് കൊടുത്ത സമയത്ത് അപ്പം എനിക്കിവിടെ ഒരു വേദന വന്നു. എനിക്കിങ്ങനെ ഒരാളില്ലല്ലോ, എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ കൈ ഏൽപ്പിച്ച് കൊടുക്കാൻ എനിക്കിങ്ങനെ ഒരാളില്ലല്ലോ, അല്ലെങ്കിൽ അത് കാണാൻ ഇങ്ങനെ ഒരാളില്ലല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് അന്നാണ് ഭയങ്കരമായിട്ട് എന്നെ ഹിറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നെ എനിക്ക് ഇതേപോലെ കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗേളായിട്ടുള്ള പെൺകുട്ടികളെ കല്യാണത്തിന് പോകുന്ന സമയത്ത് അവരുടെ ഉപ്പാര് അവരുടെ ഹസ്ബൻഡിന് നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത്. അവരോട് അവർക്കിത് കിട്ടി അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല, എനിക്കങ്ങനെ ഒരാളില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ നിക്കാന് എൻ്റെ
കാക്കുവിനെ കൈ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തത് എൻ്റെ ബ്രദറാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഉപ്പല്ലല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തിട്ട് തന്നെയല്ല. എനിക്ക് അവിടെ കാരണം ഇപ്പം മരിച്ചതിന് ശേഷം നമുക്ക് ഓനേനുമല്ല, കാക്കുവാനല്ല നമ്മുടെ നെടുന്തൂണ് ഓനേനു. അപ്പോൾ ആ സമയത്ത് ഓന് ഉപ്പാൻ്റെ സ്ഥാനത്ത് നിന്നിക്കാണ്ട് ഓനത് ചെയ്തപ്പോൾ ഐ വാസ് സോ ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ സങ്കടവും എൻ്റെ എല്ലാ വിഷമവും എൻ്റെ കല്യാണത്തിന് എൻ്റെ കൈ പിടിച്ച് കൊടുക്കാൻ എനിക്ക് ഇപ്പം അല്ലല്ലോ എന്നുള്ള എല്ലാ വിഷമവും എനിക്ക് അന്നത്തോടു കൂടെ മാറിയിട്ടോ. അല്ലെങ്കിൽ എനിക്കതിന് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സാധനമൊക്കെ അന്നത്തോടു കൂടെ മാറി. അത് എനിക്ക് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു ലൈഫിൽ. ഞാൻ കരഞ്ഞു പോയത് എനിക്ക് എല്ലാവർക്കും കല്യാണത്തിന് കരയാൻ ഓരോരോ കാരണങ്ങളുണ്ടാവും. എനിക്ക് എൻ്റെ കല്യാണത്തിന് ഞാൻ കരയാനുണ്ടായ ഒരു കാരണം ഞാൻ അവരെ വിട്ടു പോണതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞോലോ ഒരുപാട് ദൂരത്തേക്ക് അങ്ങനത്തെ ഒന്നുമല്ല. എനിക്ക് സാലു അത് ചെയ്യണം, ഓൻ ആ ഒരു ഉത്തരവാദിത്വം ചെയ്യുന്നത് കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു എനിക്ക് പറഞ്ഞുതരാൻ പറ്റാത്തൊരു ഇമോഷനാണ്. അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക്. എന്തപ്പോൾ ഞാൻ പറയണം, അയ്യോ എന്തൊക്കെയോ പറയണം. ഓക്കെ, ആ ഒരു സംഭവത്തോടു കൂടി എനിക്ക് ആ ഒരു വിഷമം മാറി. ഇപ്പം അല്ലല്ലോ എന്നുള്ള ഇപ്പം ആ ഒരു സംഭവം ചെയ്യാൻ ഇപ്പം ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് പിന്നെ ഓക്കെ, അത് കുഴപ്പമില്ല, അതിലും അടിപൊളിയായിട്ട് എന്താ പറയുക, ഞാൻ വിചാരിച്ചതിൽ അടിപൊളിയായിട്ട് അത് നടന്നല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു വിഷമം മാറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഓരോരുത്തർ ബർത്ത്ഡേക്ക് പല സ്റ്റാറ്റസ് ഇടുന്നത് കാണുമ്പോൾ, ഓരോരോ പല കൂടെയുള്ള മൊമെൻറ്റ്സൊക്കെ കാണുമ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് നമ്മളിതൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ലല്ലോ, ഇത് എന്താ സംഭവം, എങ്ങനെയായിരിക്കും സംഭവം എന്നുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് മിസ് ചെയ്തല്ലോ. നമ്മളെ ജീവിതത്തിൽ ഒരു മെയിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പെൺകുട്ടികൾ പൊതുവെ കണ്ടുപിടിക്കും ഇപ്പം വെച്ചിട്ടാണ്. അപ്പോൾ ആ സാധനമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടാണ്. പക്ഷെ അതൊന്നും ചെറിയ കുട്ടിയായിരിക്കുമ്പോഴല്ല, ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിയലൈസേഷൻ വരുന്നത്. ആ സമയത്ത് അതൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് നമുക്കതൊക്കെ നമ്മൾ അത്രയും നല്ല ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മിസ് ചെയ്തല്ലോ. ആ ഒരു സംഭവമൊക്കെ എടുത്തതിൻ്റെ അമ്മച്ചിയും ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഹാൻഡിൽ ചെയ്തത് കാക്കുവാണ്. അപ്പോൾ അവരാണ് അത് ഫുള്ള് ഹാൻഡിൽ ചെയ്തത്. എൻ്റെ അമ്മച്ചീനെ പറ്റി പിന്നെ പറയണില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വേറൊരു എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. കാരണം അമ്മച്ചീൻ്റെ 25-ാമത്തെ വയസ്സിലായിരിക്കും ഇപ്പം മരിക്കണത്. അപ്പോൾ ആ സമയം മുതൽ ഇപ്പം ഈ സമയം വരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉമ്മമാരുടെ എല്ലാ ലൈഫിലുള്ള സന്തോഷങ്ങളും ഒക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഉമ്മാക്ക് വേണമെങ്കിൽ ഞങ്ങളെല്ലാവരെയും പെൺകുട്ടികളൊക്കെ ഞങ്ങൾ 18 വയസ്സായപ്പോൾ തന്നെ കെട്ടിച്ചു വിടായിരുന്നു. കാക്കൂനെ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്കൊക്കെ പഠിപ്പിക്കാണ്ട് +2 കഴിഞ്ഞൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പറഞ്ഞു വിടായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഉമ്മാൻ്റെ ലൈഫിൽ സഫർ ചെയ്തത് എത്രത്തോളം ഉമ്മാക്ക് അറിയണോണ്ട് തന്നെ ഞങ്ങൾ 3 പേരെയും നല്ല അന്തസ്സായിട്ട് പഠിപ്പിച്ചു. ഉമ്മാനെ കൊണ്ട് എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റും അത്രത്തോളം. അതിന് ഒരുപാട് ആളുകൾ സഹായം ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കും എന്നുള്ള ഉമ്മാൻ്റെ ഒരു തീരുമാനത്തിൽ തന്നെയാണ് നമ്മൾ 3 മക്കളും പഠിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളെ ജീവിതമൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് കൂടെ തിരിഞ്ഞു പോവേണ്ടിയിരുന്നത് നമ്മളിപ്പൊക്കെ നിൽക്കണ ഈ ഒരു നിലയിലെത്തിയത് ഉമ്മ മാത്രമാണ് അതിൻ്റെയൊക്കെ കാരണം. ഉപ്പല്ലാഞ്ഞിട്ട് പോലും നമ്മളുടെ ലൈഫിൽ ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ ഇപ്പം അത് ഉപ്പാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ അത് ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നുന്നല്ലാണ്ട് ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരിക്കലും അങ്ങനത്തെ ഒരു കുറവ് ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഉപ്പുള്ള കുട്ടികൾ ജീവിക്കുന്നതിലും അടിപൊളിയായിട്ട് ജീവിച്ചു അങ്ങനെയൊന്നല്ല എനിക്കിതിനെ പറയേണ്ടത്. പക്ഷേ ആ ഒരു ആബ്സെൻസും അങ്ങനെ അറിയിച്ചില്ല. വേണമെങ്കിൽ ആ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് അത്രത്തോളം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ മരിച്ചതല്ല. അതുകൊണ്ട് ഇപ്പം എൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് അത്രത്തോളം അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഇപ്പം എൻ്റെ ഒരു ആബ്സെൻസ് നമുക്ക് അത്രത്തോളം നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്, ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലോ. പിന്നെ എൻ്റെ റിയൽ ലൈഫിൽ വന്നിട്ടുള്ള ഉപ്പാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസീലാൻ്റെ ഉപ്പ അതേപോലെ ഞാൻ എൻ്റെ ഉപ്പാനെ പോലെ തന്നെ കാണുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഉള്ള, ഞാൻ ഇതേപോലെ ഭയങ്കര ഉള്ളിൽ തട്ടിപ്പാന്ന് വിളിക്കുന്ന ഒരാൾ ഫസീലാൻ്റെ ഉപ്പയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവിടെ ഉപ്പ ഉണ്ടായ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇമ്മിയുള്ളൊരു വീട്ടിൽ തന്നെ കല്യാണം കഴിഞ്ഞ് പോകണം. കാരണം ആ ഒരു സ്നേഹം എനിക്ക് കിട്ടണം എന്നുള്ളത്. പിന്നെ ഇപ്പം കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അതെനിക്ക് വലിയ പ്രശ്നമല്ല. പക്ഷെ എന്നാലും നമുക്കൊരു ഉപ്പുണ്ടല്ലോ, എനിക്ക് ഉപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഉപ്പുണ്ട്, എനിക്ക് ഉപ്പുണ്ട് കേട്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ ഇൻലോസിൻ്റെ അവിടെ നിന്നുള്ള ആ ഒരു സംഭവമാണ്. പിന്നെന്താ,
ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ചളമാവും. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നത്. അതാണ് ഇപ്പാനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം എൻ്റെ ഒരു ലൈഫിൽ. ഞാൻ എൻ്റെ ബുക്കിന് കിട്ടിയിട്ടുള്ള റെസ്പോൺസുകൾ പറയാം. റെസ്പോൺസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഫസിലാൻ്റെ റെസ്പോൺസ്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് എനിക്ക് വന്നൊരു റെസ്പോൺസ് എൻ്റെ ഒരു ഫ്രണ്ട് റുമൈസാൻ്റെ ഒരു റെസ്പോൺസാണ്. എനിക്ക് അറിയുന്നു അവൾക്ക് ഇഷ്ടമാവും എന്നൊക്കെ ഉള്ളത് അറിയുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും വലുതായിട്ട് ഓൾക്ക് ഈ പുസ്തകം ഭയങ്കരമായിട്ട് അവളെ ഹിറ്റ് ചെയ്തു എന്നുള്ളത്. ഓൾക്ക് ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറഞ്ഞിട്ട് ഓളൊരു സംഭവം ഒരു പോസ്റ്റ് എൻ്റെ ബുക്ക് വായിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ സാധനം ഇവിടെ കൊടുക്കാം. അത് ഇതേപോലെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ലെവലിലുള്ളൊരു അപ്രിസിയേഷൻ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല ഓളെടുത്ത്. അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടിയ സംഭവം. പിന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ ബ്രദറിലോൻ്റെ ഒരു ഫ്രണ്ട് അവൾ അയച്ചൊരു എന്താ പറയുക റിവ്യൂ. അത് ഇതേപോലെ ഓൾക്ക് ഇന്നെ അറിയൊന്നുമില്ല. ഇവൻ ഇതേപോലെ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ ഇൻലോസിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവരുടെ ഒരു സപ്പോർട്ട്, ഇതിപ്പോൾ ഞാനൊരു ബുക്ക് എഴുതുകയാണെങ്കിലും ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുകയാണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ട്. അത് ഞാൻ വിചാരിക്കുകയല്ല, കല്യാണം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലിനെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവർ ഭയങ്കരമായിട്ട് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ ചെയ്യാം. പക്ഷേ നമുക്കൊരു സപ്പോർട്ടില്ലാതെ ചെയ്യണതും സപ്പോർട്ട് ഉണ്ടായി ചെയ്യണതും രണ്ടാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം. അപ്പോൾ അവന് ചെയ്യാൻ പറ്റണത് എന്താ, അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ പുസ്തകം വാങ്ങിച്ചിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവർക്ക് താല്പര്യം ഉണ്ടാവും എൻ്റെ പുസ്തകം വായിക്കാൻ. പക്ഷെ അവർ വായിച്ചിട്ട് അവരുടെ റിവ്യൂസ് അയച്ച സമയത്ത് ഞാൻ അതേപോലെ ഭയങ്കര ഹാപ്പി. കാരണം എനിക്ക് അറിയ പോലും ചെയ്യാത്ത ആളുകളാണ്. ഐ വാസ് സോ ഹാപ്പി. അങ്ങനെ ഒരു 1-2 റിവ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ ഫസീലാൻ്റെ പപ്പ ഒരു റിവ്യൂ അയച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടും. മൂപ്പര് ഇതേപോലെ ഒരുപാട് പുസ്തകം വായിക്കുന്ന ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. പപ്പാൻ്റെ റിവ്യൂ എഴുതിയ ഭാഷ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പുസ്തകം എഴുതിയത് എൻ്റെ പുസ്തകത്തിനെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് തന്നെ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഷ ആലോചിച്ചിട്ട് ആയിപ്പോയി. കാരണം അത് അത്രയും കടുകട്ടി ഭാഷകൾ, ഭാഷയിലൊക്കെ ഭയങ്കര അറിവുള്ളൊരു മനുഷ്യനാണ് മൂപ്പരുടെ. അത് വായിച്ചിട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പോൾ ഫസീൽ പറഞ്ഞു അത് ഇപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് എഴുതിയതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നത് പറഞ്ഞു. അത്രയും ഭയങ്കര കടുകട്ടുള്ള സാഹിത്യപരമായ റിവ്യൂവിന് അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ റിവ്യൂ ആണ്. പിന്നെ ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടിയിട്ടോ. അതിപ്പോൾ എനിക്ക് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന കുറച്ച് റിവ്യൂസാണ്. പിന്നെ ആസ് യൂഷ്വൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെയൊക്കെ റിവ്യൂ, ഇപ്പോൾ സിനുവിൻ്റെ റിവ്യൂ ആയിക്കോട്ടെ, പിന്നെ എൻ്റെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ റിവ്യൂസ്, അതൊക്കെ എനിക്ക് അറിയാം ഇങ്ങനെ വരുള്ളൂ എന്നുള്ളത്. പിന്നെ ഇതൊന്നും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് കിട്ടിയ റിവ്യൂസാണ്. അതാണ് ഞാനിവിടെ സ്പെഷ്യലായിട്ട് പറയണത്. പിന്നെന്താ അങ്ങനെയൊക്കെ ഞാനൊരു ബുക്ക് എഴുതി, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാനൊരു ബുക്ക് എഴുതി. ആ ബുക്കിൻ്റെ പിന്നാമ്പുറ കഥകളും, പിന്നെ എൻ്റെ ബുക്ക് ഉപ്പാനെ പറ്റി എഴുതിയതായതുകൊണ്ട് ഉപ്പാനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉപ്പാൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എൻ്റെ മിന്നുവിൻ്റെ റിവ്യൂ ഇതേപോലെ അടിപൊളി. എൻ്റെ കാക്കുവിൻ്റെ റിവ്യൂ, കാക്കു ഇതേപോലെ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുറ്റം കണ്ടുപിടിക്കണ ചങ്ങായിയാണോന് ക്രിഞ്ച് കയറണമെന്നാണ്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബുക്ക്, ഞാൻ എഴുതുന്ന ബുക്ക്, എൻ്റെ ഇപ്പച്ചൻ്റെ ഓർമ്മകളാണെങ്കിൽ ഇവരൊക്കെ അതെന്തായാലും ഇതിൽ ഉൾപ്പെടും. അപ്പോൾ എനിക്ക് ഇതിനെങ്ങനെ എടുക്കുക, അവർക്ക് ഇത് ക്രിഞ്ചായിട്ട് തോന്നുമോ, ഇവർക്ക് ഇനി താല്പര്യം ഉണ്ടാവില്ല ഇതെല്ലാവരും വായിക്കാൻ, അങ്ങനത്തെ ഒക്കെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അവർക്ക് ഇതേപോലെ എൻ്റെ സാലും ഇതേപോലെ വന്നിട്ട് ഇത്രയും കാലം ചെയ്തിയിൽ ഒരു അടിപൊളിയായിട്ടുള്ള സാധനം ഇതാണെന്ന് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ഞാൻ വിചാരിച്ചു എന്തിനാ അതൊക്കെ എഴുതിക്കാണ്ട് വെറുതെ ആൾക്കാരെ അറിയിക്കുന്നത്, അങ്ങനെ ഒരു സാധനം പറയുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഓനത് പറഞ്ഞല്ലോ, അതിന് പകരം എന്നെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. പിന്നെ മിന്നുവിന് എനിക്ക് അറിയണം. ഈ പുസ്തകം വായിച്ചതിൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു മിന്നു പുസ്തകം വായിച്ചോ, മിന്നു അറിയാൻ എൻ്റെ അനിയത്തിയാണ്, ഓള് പുസ്തകം വായിച്ചോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഓള് വായിച്ചാൽ കണ്ടോണ്ട് ഓക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും എന്ന് പറയണ്ടേന്. കാരണം ഓക്ക് ഉപ്പാനെ മിസ് ചെയ്യണതല്ല, ഓക്ക് ഇത്ര പോലും ഇല്ലല്ലോ, ഓക്ക് ഓർക്കാനൊന്നും ഇല്ലല്ലോ, ഓക്ക് അങ്ങനത്തെ ഒരാളെ പറ്റി ഓർക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഓക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഓക്ക് കുറച്ചധികം വിഷമമായി. അത് എന്താ പറയുക, വിധിയാണ്. ഓക്ക് പഠിച്ചോൻ അത്രയും ഉപ്പാനൊരു സാധനം ഓക്ക് പഠിച്ചോൻ വിധിച്ചിട്ടുണ്ടാവുള്ളൂ. 4 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എത്ര ചെറുതാണ്, എത്ര ചെറിയ കുട്ടിയാണ് ഓളെന്നുള്ളത്. ഓക്ക് ആ ഒരു സാധനം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഗോത്രൂ ചെയ്ത ഒരു സാധനത്തിൽ കൂടി മോള് ഗോത്രൂ ചെയ്യരുതേ എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം എവിടെയും മോളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ തന്നെ ഞാൻ എപ്പോഴും എടുക്കാറുള്ളൂ. എപ്പോഴും മാക്സിമം മോളെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രൈം കൺസേൺ. ഇപ്പോൾ നമ്മളൊരു ഫ്ലെക്സ് ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവുമല്ലോ. എൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. അത് മിന്നു ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, കാക്കു ആയിക്കോട്ടെ.
ഇപ്പം ഹസ്ബൻഡ് എന്ന് പറയണത് അത് വേറെ തന്നെ ഒരു പരിപാടിയാണ്. പക്ഷേ നമ്മൾ 4 പേരെന്ന് പറയുന്നത് വേറെ തന്നെ ഒരു പരിപാടി. അത് രണ്ടും മിക്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഉമ്മാനെയാണോ ഹസ്ബൻഡിനെയാണോ കൂടുതൽ ഇഷ്ടം എന്നൊന്നും ചോദിച്ചാൽ നമുക്ക് അതിനൊരു മറുപടി ഇല്ലല്ലോ. കാക്കു എപ്പോഴും പറയും എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഗ്രൂപ്പ് കൂട്ടൂലല്ലോ, ഞങ്ങളെ ഗ്രൂപ്പ് കൂട്ടൂലല്ലോ എന്ന് പറയും. പക്ഷെ അത് വേറെ, ഇത് വേറെ. അത് രണ്ടിനും നമുക്ക് കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മളൊരു ടീമാണ്. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു എന്താ പറയുക, ഒരു കിളിക്കൂട് പോലെ നമ്മളെ വീട്. നമ്മളൊരു കുഞ്ഞു വീട്, അതിൽ നമ്മൾ 4 ആൾ മാത്രം. അത് നമ്മൾ എന്തിനും, ഏത് അപ്പ് ആൻഡ് ഡൗണിലും നമ്മൾ ആരും വിട്ടു കൊടുക്കാണ്ട് നമ്മൾ നിൽക്കുന്ന ഒരു സർക്കിളാണ്. അപ്പോൾ അത് എൻ്റെ ഭയങ്കര ഒരു വീക്ക് പോയിന്റ്. എനിക്കിതേപോലെ നമുക്കൊരാളെ ഓർത്തിട്ട് കരയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ പറയാം, എനിക്കിപ്പോൾ എൻ്റെ മിന്നുവിനെ എപ്പോൾ കാണണം തോന്നിക്കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് വെറുതെ അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ കരയും. അത്രയും ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ സാലു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സംഭവമാണ് അത്. നമ്മൾ അങ്ങനെ ഒരു ഒട്ടി വളർന്നുണ്ടായതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും സിബ്ലിങ്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെത് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇവർക്ക് ഇതേപോലെ സങ്കടമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഷോ എന്നുള്ള സാധനം. പക്ഷേ ഓക്കെ, ഇങ്ങനത്തെ ഒരാളെ പറ്റിയിട്ട് അറിയാനുള്ളൊരു സാഹചര്യം ഉണ്ടായല്ലോ. ഇത്രയെങ്കിലും ഒരു മൊമെൻറ്റ്സ്, ഒരു മെമ്മറീസ് ഒക്കെ ഇതെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കെങ്കിലും ചെയ്യാലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. അങ്ങനെയാണ് അവളുടെ ഭാഗത്തു നിന്നുള്ള, ഫാമിലീൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇപ്പാൻ്റെ അനിയൻ എളാപ്പയ്ക്ക് അതേപോലെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. എന്നോട് പറഞ്ഞു ഭയങ്കര പ്രൗഡായി അങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞില്ല. എനിക്ക് ഇൻലോസിൻ്റെ അടുത്തു നിന്നുള്ള സപ്പോർട്ട് എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓല് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ പറയും. ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ കുറവാണെങ്കിൽ ഓല് ചോദിക്കും, ഇത്ത വീഡിയോസൊന്നും ഇടാത്തേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സംഭവം റെക്കഗ്നൈസ് ചെയ്യണുണ്ട്, അതോല് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയണത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെയാണ്. ഇത് ഞാൻ കുറേ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം അത് എങ്ങനെയാണ് പറഞ്ഞ് തീർക്കേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ ചെറിയൊരു നോട്ട് പാഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇത് പറയണം, ഇത് ആ സമയത്ത് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊന്നല്ല ഞാൻ പറഞ്ഞത്. വേറെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും. ഇപ്പം ഇത്രയും നേരം ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. എൻ്റെ പുസ്തകം ഇതേപോലെ എൻ്റെ കയ്യിൽ കോപ്പീസൊന്നുമില്ല. പക്ഷേ നമ്മൾ പബ്ലിക്കേഷൻസിൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ലിങ്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതെങ്ങനെ തപ്പി പിടിച്ചിട്ട് ഞാനിതിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പുസ്തകങ്ങൾ വായിച്ചോലുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. അപ്പോൾ പുസ്തകം വായിക്കാത്ത ആളുകൾക്ക് നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ അത് വായിക്കാൻ തോന്നി വായിച്ചാലോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഉപ്പാനെ നിങ്ങളുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാനെന്താ വെച്ചാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്കിത് കരഞ്ഞ് പിഴിഞ്ഞൊരു വീഡിയോ ആക്കരുതേ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ധാഷ്ട്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സക്സസ്ഫുള്ളി കരഞ്ഞ് പീക്കാതെ വീഡിയോ എടുത്തതിലൊരു സന്തോഷം എനിക്കുണ്ട്. എന്താ പറയുക അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആവശ്യമുള്ളത് എന്തൊക്കെ പറയാൻ മറന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. ഓൾറെഡി ഭയങ്കര വലിയ വീഡിയോ ആയി. അപ്പോൾ നിങ്ങൾ 2x ഇട്ടിട്ട് വീഡിയോ ഫുള്ള് കാണുക. 2x ഇട്ടിട്ടെങ്കിലും വീഡിയോ ഫുള്ള് കാണുന്നത് ആദ്യം പറയേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞല്ലേ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സന്തോഷം, സ്നേഹം. അപ്പോൾ എന്നെ പോലെ പുസ്തകം എഴുതാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും കോൺസെപ്റ്റൊക്കെ കയ്യിലുണ്ട്, എങ്ങനെ എഴുതും എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ല ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിന് വർക്ക് ചെയ്യുക. നമ്മൾ മറന്നു പോയി കഴിഞ്ഞാലും പഠിച്ചത് മറക്കില്ല. ഞാൻ ഈ പുസ്തകം എഴുതുന്ന കാര്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ടെന്നല്ലാണ്ട് എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യുന്നു എന്നുള്ളൊരു ഇതുണ്ടായില്ല. പക്ഷേ പഠിച്ചോ നമുക്ക് അതിനൊരു സാഹചര്യം നമ്മളെ കയ്യിൽ കൊണ്ടുതരും. അപ്പോൾ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ബുക്കൊക്കെ എഴുതാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ നടക്കും. അല്ലാണ്ട് എല്ലാം കൂടി റെഡി ആയിട്ട് ഇത് ചെയ്യാമെന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഗോ വിത്ത് ദ ഫ്ലോയിൽ അങ്ങനെ പോകും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബുക്കൊക്കെ എഴുതാൻ താല്പര്യമുള്ള ആളുകൾ എഴുതുക. അതിന് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്താ പറയുക, അങ്ങനെ നല്ല ഓതേഴ്സ് ആവും. ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതാൻ പറ്റട്ടെ എല്ലാവർക്കും. എനിക്കും ഇനിയും നല്ല പുസ്തകങ്ങൾ എഴുതാൻ പറ്റട്ടെ. ഞാനിപ്പോൾ ഈ പുസ്തകം എഴുതിയതിൻ്റെ പൊലിവിൽ ഞാൻ അടുത്തൊരു പുസ്തകം എഴുതുന്നു ചോദിച്ചാൽ എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു പുസ്തകം എഴുതാനൊക്കെ. പക്ഷേ അത് പെട്ടെന്ന് ചടപടിയെന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ എഴുതിയൊരു പുസ്തകം പോലെ ആവോ എന്നുള്ളൊരു സംഭവം ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ട്, ഇപ്പോഴും നല്ല മേ ബി ഇൻ വെരി ഫ്യൂച്ചർ എഴുതുമായിരിക്കാം, അല്ലെങ്കിൽ എഴുതില്ലായിരിക്കാം. ഇത് എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പുസ്തകമായിരിക്കാം.
പക്ഷെ എന്നോട് ഒരുപാട് ആളുകൾ ഇനി എഴുതാണ്ടു എന്നൊക്കെ പറഞ്ഞിരിക്കണം, വെറുതെ തന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തൊക്കെ തന്നിക്കണം. ആ മോട്ടിവേഷനൊക്കെ ഞാൻ ഉൾക്കൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരു പുസ്തകം എഴുതിയേക്കാം, അറിയില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എൻ്റെ വീഡിയോ ഇത്രയും നേരം സഹിച്ച് കേട്ടിരുന്ന ആളുകൾക്ക്. അപ്പോൾ പിന്നെന്താ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ചാച്ച ബൈ. ഞാൻ മാക്സിമം ഇനി വീഡിയോസൊക്കെ കുറച്ചുകൂടി റെഗുലറായിട്ടൊക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ചാച്ച ബൈ.